ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് പലർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. അതായത് നമുക്ക് സാരി ഇടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും ചില ആൾക്കാർക്ക്, എന്നാൽ അത് ഇടാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മൾ സാരി അവോയ്ഡ് ചെയ്യാറുണ്ട് അല്ലേ. എന്നാലും ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് എത്ര സാരി ഇടാൻ അറിയാത്തവരാണെങ്കിലും ഒരു തരി പോലും അറിയാത്തവരാണെങ്കിലും എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾ സാരി ഒട്ടിടാൻ അറിയാത്തവരാണെങ്കിൽ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ സാരി ഇടാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് തലേന്ന് സാരിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നത് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ഒട്ടിടാൻ അറിയാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഒന്ന് രണ്ട് വട്ടമായിട്ട് ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഞാനിത് 2-3 തവണയായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്നതാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്കുള്ള ചെറിയൊരു ഇത് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാരി റെഡി ടു വെയർ ആക്കുക എന്നുള്ളതാണ് ഇത് വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ സമയം കളയാതെ പോവാം. അപ്പം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. വെയർ ചെയ്യുമ്പം അത് ഈസി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഫസ്റ്റ് എവിടെയൊക്കെയാണ് നമ്മൾക്ക് പ്ലീറ്റ്സ് എടുക്കേണ്ടതെന്നുള്ളത് കൺഫേം ചെയ്ത് വെക്കണം. അതിനു വേണ്ടി ആ സാരി ഒന്ന് നിവർത്തുന്നുണ്ട് കേട്ടോ. ഇത് നല്ല റെഡ് കളറിലുള്ള സാരിയാണ്. ഈ ഒരു ക്യാമറയിൽ അതിൻ്റെ കറക്റ്റ് കളറ് വരുന്നില്ല. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളതാണ്. അതായത് ഈ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണെന്നുള്ളത് കറക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വെയർ ചെയ്ത് നോക്കുന്ന കേട്ടോ. ഭയങ്കര ഭംഗിയിലൊന്നും ഇതില്ല. അതിൻ്റെ സ്ഥാനം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ നമ്മൾ അടിയിൽ പാവാട ഇട്ടിട്ടാണല്ലോ സാരി ഇടും. അപ്പോൾ അതൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ബെൽറ്റ് എടുത്തിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് സാരി നമ്മൾ ആദ്യം ഇടുന്നത് പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ചെറുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര പ്ലീറ്റ്സ് വേണമെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നതിന്. അപ്പോൾ മുന്താണി എത്ര ലെങ്ത്തിൽ വേണമെന്ന്, എനിക്ക് പൊതുവേ നല്ല ലെങ്ത്തിൽ ആണ് ഇഷ്ടം. എനിക്കത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് മുന്താണി ഉണ്ടാകും. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല നീളത്തിൽ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ജസ്റ്റ് എനിക്ക് ഇത്ര ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണല്ലോ, ഫുള്ളായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അത് ഞാനവിടെ പിൻ ചെയ്ത് വെക്കാനാണ് കേട്ടോ പോകുന്നത്. അത് രണ്ടും കൂടെ കൂട്ടി ഒന്നിച്ച് പിൻ ചെയ്ത് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റിൽ തന്നെ. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്കനുസരിച്ച് ആ ഒരു ഇതിൽ തന്നെ എടുക്കുക. എനിക്കിത്രയും അളവ് മുന്നിലോട്ടേക്ക് വേണം, അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. മുന്താണിയും എനിക്ക് വേണ്ട അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അളവ് മാറിപ്പോകാൻ വേണ്ടി പാടില്ല. നമ്മളിത് അയൺ ചെയ്ത് വെക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗമാണ് ഏറ്റവും അടിയിലായിട്ട് വരുന്നത്, എൻ്റെ ഷോൾഡർമേൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മേലെ വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുവരാം കേട്ടോ, ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ. അപ്പോൾ നമ്മൾക്കതൊന്ന് അയൺ ചെയ്തെടുക്കാം വിരിച്ചിട്ട് നന്നായിട്ട്. അപ്പോൾ ഇത് ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് ഞാനിത് ഒന്ന് ഇതിൻ്റെ മേലെ വിരിച്ച് വെച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. ഫസ്റ്റ് തന്നെ നല്ല നീറ്റായിട്ട് വിരിച്ച് വെച്ചതിന് ശേഷം നേരത്തെ ഞാൻ കാണിച്ചതുപോലെ നമ്മൾ ഷോൾഡർ കുത്തുന്ന അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വരെ നമ്മൾ ഇതുപോലെ തന്നെ മടക്കി സെറ്റ് ചെയ്ത് വെക്കണം. ഇത്രയും ലെങ്ത്തിൽ തന്നെ നമുക്ക് എടുക്കാനുള്ള മേശയോ അല്ലെങ്കിൽ ബെഡോ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ലാസ്റ്റ് അയൺ ചെയ്യണം, അപ്പോഴേ അത് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ലാസ്റ്റ് വരെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ്, വളരെ സാവധാനം ചെയ്താലും മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഭാഗങ്ങളൊന്നും പുറത്തേക്ക് കാണാത്ത വിധത്തിൽ വേണം നമ്മൾ നല്ലപോലെ മടക്കി എടുക്കാനായിട്ട്. ഇനി ഇത് ഏതാണ്ട് ഞാനിത് ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ എനിക്ക് ചെറുതായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതിൻ്റെ. അപ്പോൾ അത് നന്നായിട്ട് ഞാനിതൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ആ പിന്നെടുത്തിട്ട് ഒറ്റ സൈഡിൽ മാത്രമല്ലേ കുത്തിയിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് ആ പ്ലീറ്റ്സ് ഫുള്ള് ഞാൻ അതിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗവും നീറ്റാക്കി കൊടുത്ത്, അപ്പോൾ ആ പിൻ ചെയ്ത ഭാഗമാണ് നമ്മുടെ ഷോൾഡറിൽ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് അത്ര വരെ വരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള ഭാഗം കുറച്ച് ഇതുപോലെ വിടർന്നിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ കറക്റ്റായിട്ട് അട്ടി വെച്ചതിന് ശേഷം, അതായത് ആ ഒരു ലെയർ അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ സാരി ഇട്ടാൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. കണ്ടില്ലേ, ഇതുപോലെ ഓരോരോ ലെയറായിട്ട് അതിനെ അനങ്ങത്തില്ല കേട്ടോ. നമ്മളിപ്പം ആ സാരി നിർത്തി കഴിഞ്ഞാൽ കൂടെ അതങ്ങനെ ആ ഒരു ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല, നല്ല നീറ്റായിട്ട് അത് അയൺ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ, കണ്ടില്ലേ, നമ്മളിത് ഇങ്ങനെ ഒന്നും ആക്കിയാൽ കൂടെ അത് ഇളകുന്നില്ല അവിടുന്ന്. അതാണ് നമ്മൾ തലയിൽ നോക്കി അതുപോലെ തേച്ച് എവിടെയെങ്കിലും പോകേണ്ട തലയിൽ നോക്കി ഇതുപോലെ തേച്ച് വെക്കുന്നതിൻ്റെ ഒരു ഗുണം കേട്ടോ. ഇനി നമ്മൾ മുന്താണി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തെ ഇത് അതായത് ഫ്രണ്ട് ഭാഗത്തെ ആ ഒരു പ്ലീറ്റ്സാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു പിന്നെ അവിടെ നിന്ന് അയച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് മാത്രം കുത്തി. എന്നിട്ട് ഞാൻ ഇതുപോലെ ലെയറായിട്ട് ഇതിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഓരോരോ പ്ലീറ്റ്സും ഇതുപോലെ ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഇത് ഞാൻ ഇവിടെ പിൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു സോപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പായാലും അതിന് 2-3 സോപ്പിൻ്റെ മേലെ 2-3 കുത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എന്താ പറയുക സേഫ്റ്റി പിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കസവിൻ്റെ ഇടയിലൊക്കെ കയറിപ്പോകും കേട്ടോ പിന്നെ. അപ്പോൾ അതറിയില്ലാത്തവരാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഞാനിതാ ഫുള്ളായിട്ട് ഇതുപോലെ ആ പ്ലീറ്റ്സ് ഫുൾ എടുത്ത് വെച്ചതിന് ശേഷം ഒന്നത് അയൺ ചെയ്യുന്നുണ്ട്. കസവിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് അയൺ ചെയ്യുക. ഈ ഒരു സാരി വളരെ തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. അതുകൊണ്ട് തന്നെ ഇത് അത്രയും ചൂട് ആവശ്യമുള്ളൂ കേട്ടോ, അത്രയും വലിയ ഹീറ്റൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ അതിൻ്റെ 2 സൈഡ് ഡബിൾ സൈഡും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പണ്ടൊക്കെ കരുതിയത് എനിക്ക് ഒരിക്കലും സാരി ഒറ്റയ്ക്ക് ഇടാൻ വേണ്ടി പറ്റത്തില്ല എന്നാണ്. അപ്പോൾ ഇത് ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇട്ടിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബ്ലൗസൊന്നും അല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ ഒരു ചുരിദാറാണ്, അതിൻ്റെ മേലെ തന്നെ ഞാൻ ഇട്ടതാണ്. ഇതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ ബ്ലൗസ് എന്താ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബാക്ക് സൈഡാണ് കൊടുക്ക് വരുന്നത്. അതുകൊണ്ട് ആരുടെയും ഹെൽപ്പില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഒരിക്കലും സാരി ഇടാൻ എനിക്ക് ഒറ്റയ്ക്കാവത്തില്ല എന്ന് കരുതിയിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് സാരി ഇടാൻ വേണ്ടി പഠിച്ചിട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നും എന്നെപ്പോലെ ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.